ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വെബ് സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് മാഹി പോവാണ് ഞാനും അമ്മയും കൂടി. ഞാൻ പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്ന വീട്, ഒരു 9 വർഷം താമസിച്ചിട്ടുള്ള വീട്ടിലേക്കാണ് ഞാൻ പോണത്. അമ്മ അച്ഛൻ്റെ അടുത്തേക്കാണ്, അച്ഛനവിടെയാണ്. അപ്പോൾ സൂര്യ ചേച്ചിയുടെ അടുത്തേക്കാണ് ഞാൻ പോണത്. ഇപ്പോൾ ഒരു വർഷമായി ഞാൻ അടുത്ത് വീടിൻ്റെ അടുത്ത് കാണാറുണ്ട്. എത്ര കേൾക്കുന്നതെന്ന് അറിയില്ല, ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. മായ്ക്ക് പോകാം. അപ്പോൾ വിശേഷങ്ങൾ അതിനെ കാണിച്ചു, ചേച്ചി കാണിച്ചു, ചേച്ചിയുടെ പിള്ളേരെ, മാവിൻ്റെ എല്ലാവരും. നമ്മളൊക്കെ അങ്ങനെ സ്റ്റേഷനിലെത്തി, അമ്മേനെ കണ്ടു. ഇന്നിപ്പോൾ ട്രെയിനിപ്പോൾ വരും. ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും നമ്മൾ മാഹിയിലെത്തും. മാഹി ഇറങ്ങുന്നു. എന്നിട്ട് അച്ഛൻ തലശ്ശേരി കൊണ്ടാക്കും, എന്നെ ചേച്ചിയുടെ അടുത്താക്കും. പിന്നെ 2.5 വയസ്സിൽ മാഹി പോയതാണ്. എന്നിട്ട് പിന്നെ എൻ്റെ 5th കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്ന് മാറ്റിക്ക്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ എൻ്റെ കുട്ടിയാകുമ്പോൾ എൻ്റെ ഓർമ്മകൾ ഫുള്ളും മാഹിയിലാണ്. തലശ്ശേരിയിലാണ് കുന്നോല്, അച്ഛൻ മുഴുക്കിൽ മാഹിയിലാണ്. തലശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ കണ്ണൂർ. ഞാൻ ഷോർട്സൊക്കെ പണ്ടിട്ടുണ്ടായിരുന്നു അടുത്ത കുറച്ച്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ദിവസം ഉണ്ടാവും. ഞാൻ തിങ്കളാഴ്ച തിരിച്ചു വരുന്നുള്ളൂ. ഇന്നത് വ്യാഴാഴ്ചയാണ്. കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മളിതാ അങ്ങനെ കോഴിക്കോട് എത്താനായി. ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിരിക്കുകയാണ്. ഒരു ചായയും സമൂസയൊക്കെ കഴിച്ചു. ഇത് വോയിസ് ഓവർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിലൊന്നും കേൾക്കാണ്ടായിരുന്നില്ല ഞാൻ പറയുന്നത്. അതുകൊണ്ടായിരുന്നു ഞാനങ്ങനെ വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ അതാ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു 3:15 ആകുമ്പോഴേക്കും മാഹി എത്തും. അവിടെ അച്ഛൻ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഗൈസ്, ഞങ്ങളങ്ങനെ മാഹി എത്തി. അച്ഛൻ കൂട്ടാൻ വന്നു. ഇനി ഞങ്ങൾ എന്താ പ്ലാൻ നിങ്ങൾക്ക് ഓരോരോ വിശേഷങ്ങൾ കാണിച്ചിരുന്നായിരിക്കും. ഓക്കെ. എല്ലാ സ്റ്റോപ്പും നിർത്തും. ഗൈസ്, ഞാൻ ഇവിടെയാ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മേലെ ഇവിടെയായിരുന്നു ഞാൻ താമസിച്ചത്. ഡുബു ഗൈസ്, നമ്മളങ്ങനെ സൂചിച്ച് വീടെത്തി. അമ്മ അച്ഛനൊക്കെ എന്നെ കൊണ്ടാക്കി പോയി. ഇപ്പോൾ പോയല്ലോ. ഇവിടെ ഞാൻ നിൽക്കുക. ഞാൻ ഈ പ്രായമൊക്കെ ഉണ്ടാകുമ്പോൾ വന്നതാ ഇങ്ങോട്ട്. പക്ഷേ ഇവനെ കുറച്ചുകൂടി പ്രായമായി. 2.5 years ഒക്കെ ആകുമ്പോൾ ഞാനിവിടെ വന്നത്. ഇതിൻ്റെ മേലെയായിരുന്നു ഞാൻ സ്റ്റേ ചെയ്യാറുണ്ടായിരുന്നു. ഗൈസ്, ഞാനപ്പോൾ അങ്ങനെ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പുറത്ത് പോകണം. പുറത്തെന്ന് പറഞ്ഞാൽ റൂമിൻ്റെ പുറത്ത് പോകണം. അപ്പോൾ ഇവിടെയല്ല ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മേലെ തൊട്ട് മേലെയാണ് ഞാൻ കുറേ കാലം നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ട്. ഞാനിതിലിപ്പോൾ സൂര്യചേച്ചിയും മാമിയൊന്നും കാണിച്ചിട്ടില്ല. ചിലപ്പോൾ അവർക്ക് വീഡിയോ വരെ അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ, അതാണ് ഞാൻ കാണിക്കാത്തത്. ഞാൻ ചോദിച്ചിട്ടൊക്കെ നിങ്ങളെ കാണിക്കാം.
പക്ഷെ എനിക്ക് മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. എൻ്റെ കുട്ടിത്തം ഫുൾ ഇവിടെയായിരുന്നു. അപ്പോൾ ഞാൻ മേലെയാണെങ്കിലും ഞാൻ താഴെയായിരിക്കും എല്ലാ സമയവും. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും എന്നെ നോക്കാൻ വന്നിട്ടേ ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ചേച്ചിമാരുടെ കൂടെ ആയിരിക്കും. സുരിച്ചി ചേച്ചി ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല, പോയി എനിക്ക് ആരെയും കൂടി കാണുന്നുണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റില്ല. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട്. പിന്നെ ഞാനിതിൽ പപ്പി മിസ് ചെയ്യുന്നുണ്ട്. പപ്പ ഇപ്പം ഇല്ല. സോ പപ്പി ഇവിടെ ഉണ്ടാവാറുണ്ട്. പപ്പ ചേച്ചിയുടെ പപ്പയാണ്, പക്ഷെ ഞാൻ പപ്പ എന്നെ വിളിക്കുക, അങ്കിളൊന്നുമല്ല. പപ്പ എനിക്ക് പപ്പയാണ്. എനിക്ക് 2 അച്ഛന്മാരാണ് ഞാൻ പണ്ട് പറയാറുള്ളത്. എൻ്റെ സ്വന്തത്തിലും പപ്പയും. അങ്ങനെ ഇവരുടെ കൂടെ എല്ലാവരെയും ഇവരുടെ റിലേറ്റീവ്സിനും ഒക്കെ എന്നെ അറിയാം. ഇപ്പം വലുതായപ്പോൾ എനിക്കറിയില്ല. കുട്ടികൾ ഞാൻ ഇവരുടെ കൂടെ തന്നെയാണ്. ഇപ്പോൾ ചേച്ചിയുടെ 2ാമത്തവനാണെങ്കിൽ എന്നെ പോലെ എപ്പോഴും ഇവർ പറയുന്നത് എന്നെ പോലെ തന്നെ ഇങ്ങനെ എല്ലാം ഉണ്ടായപ്പോഴും ഉണ്ട്. അവിടെ ഇറങ്ങുക കയറുക അങ്ങനത്തെ ലെവലാണ്. അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഫ്രഷായി ഇനി പുറത്ത് പോട്ടെ. കുറച്ച് കാണിച്ചാൽ ചിലപ്പോൾ ഫോണൊന്നും എടുക്കുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഷവർമ്മയായിരുന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിന്ന് ഓരോരോ വിശേഷങ്ങളൊക്കെ പറയാറ്. ഇന്നത്തെ രാത്രി ഇങ്ങനെയുള്ളൂ. ഇനിയും കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും.